എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞു. രാത്രി നമ്മൾ ഇന്നലെ വന്നപ്പോൾ തന്നെ വൈകുന്നേരം ആയിപ്പോയതുകൊണ്ട് ഒത്തിരി നേരം കറങ്ങാനൊന്നും പറ്റിയില്ല. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പിയ സ്പോട്ട് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് നമ്മളിതാ സ്ട്രീറ്റിൽ കൂടെ വാക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ട്രാം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ട്രാം ഇവിടുന്ന് 5 മിനിറ്റ്സേ ഉള്ളായിരുന്നു നമ്മുടെ ഹോട്ടലിൽ നിന്ന് ട്രാം സ്റ്റേഷനിലോട്ട്. ആ 5 മിനിറ്റ്സ് നമ്മൾ ട്രാം എടുത്തിട്ട് ട്രാമിൽ ടോപ്പാക്കി പാലസ്, അതുപോലെ ബ്ലൂ മോസ്ക്, അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒക്കെ കാണണമെങ്കിൽ നമുക്ക് ട്രാം എടുത്തു കഴിഞ്ഞാൽ ട്രാമിൽ തന്നെ നെക്സ്റ്റ് അടുത്തടുത്ത സ്റ്റോപ്പുകൾ ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ട്രാം എടുക്കാം. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ട്രാമിനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുക്കാൻ എങ്ങനെയാ പറ്റുമെന്ന് നമുക്ക് നോക്കാം. റീചാർജ് ആൻഡ് സെയിൽസ് പോയിന്റ് ഇവിടെയാണ്. ഇസ്താംബുളിൽ നമ്മുടെ ക്ലൗഡി ക്ലൈമറ്റൊക്കെ മാറി, ആകാശമൊക്കെ നല്ല സ്കൈ ഒക്കെ നല്ല തെളിഞ്ഞു തുടങ്ങി. ഇവിടെ ഇപ്പോൾ നിയർലി 10:30 ആയി. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ സമയത്ത് നല്ല ക്ലൗഡി ആയിരുന്നു, കുറച്ച് തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ തണുപ്പൊക്കെ പോയി കേട്ടോ. കാരണം നമുക്ക് റെസ്റ്റോറൻറ്റിൽ 7 to 10 o'clock വരെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ രാവിലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ 7:30 ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ അവിടെ ക്ലൗഡി ആയിരുന്നു. ഇപ്പോൾ ക്ലൗഡ്നെസ് ഒക്കെ മാറിയതാണ്, നല്ല തെളിഞ്ഞ ആകാശം മാത്രമല്ല നമ്മൾ ഡാർട്ടിൽ പോകാനൊരു ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ കുറച്ച് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നടക്കാത്തതുകൊണ്ട് കുറച്ചങ്ങോട്ട് മാറി വീണ്ടും ആരോടെങ്കിലും ചോദിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇസ്താംബുളിലെ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. അവിടെ നമ്മുടെ പിള്ളേർ പാവം പിള്ളേർ സ്ട്രീറ്റിൽ ഇസ്താംബുൾ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലിരുന്ന് കളിയാണ്. ഹലോ ഗായ്സ്, ഹലോ, സേ ഹായ്. ഹായ്. നല്ല സ്മെല്ലല്ലേ? കാർട്ടിൽ ടിക്കറ്റ് എടുക്കാൻ പോയവരെ കണ്ടില്ല. അങ്ങനെ ഞാനിതാ സ്ട്രീറ്റിൽ, നമ്മുടെ ഇസ്താംബുൾ സ്ട്രീറ്റിൽ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ കുറ്റി അടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ പലരായിട്ട് ഇങ്ങനെ സ്പ്രേയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നു. നമ്മുടെ കയ്യിൽ കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചു തന്നു. നല്ല മണമുണ്ട്, നല്ല സ്പ്രേ ആണ്. എത്ര രൂപ വേണേലും കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഓടിച്ചു വിട്ടു കേട്ടോ. അറ്റ് ലാസ്റ്റ് നമുക്ക് കാർഡ് കിട്ടി കേട്ടോ, നമ്മുടെ ട്രാമിന് വേണ്ടിയിട്ടുള്ള കാർഡ്. ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് 3 പേഴ്സൺസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ്. നമ്മൾ എടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. പകരം നമുക്ക് ഇവിടെ ഉള്ള ഒരു ലോക്കൽ ആളാണ് എടുത്തു തന്നത്. എനിവേ നമ്മൾ ട്രാമിൽ കയറാനുള്ള കാർഡ് കിട്ടി. അങ്ങനെ ട്രാമും കാത്ത് റെഡി ആയി നിൽക്കുകയാണ്. എവറി 2 മിനിറ്റിൽ ഇവിടുന്ന് ട്രാം ഉണ്ട്. നമുക്ക് ടോപ്പാക്കി പാലസ്, ബ്ലൂ മോസ്ക്, അങ്ങനെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എല്ലാം കാണാനുള്ള ട്രാം ഈ 2 ലൈനിൽ കൂടെ ഇപ്പോൾ വരും. നമ്മളങ്ങനെ ട്രാമിൽ കയറാനായിട്ട് ട്രാം സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമ്മൾ കയറാൻ പോണ നമ്മുടെ ട്രാം വന്നു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ട്രാമിലോട്ട് കയറാം. അയ്യോ, ട്രാമിൽ നല്ല തിരക്ക് കേട്ടോ, നല്ല ആളാ ട്രാമിനകത്ത്. ഇവിടെ കയറാം. നമ്മളങ്ങനെ ട്രാമിൽ കയറി. ട്രാമിൽ ലാസ്റ്റ് സ്റ്റോപ്പ് കബിത്താസ് എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പായിരുന്നു. കബിത്താസിൻ്റെ അവിടെ ഒന്നും പ്രത്യേകിച്ച് കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ട്രാമിൽ തന്നെ നമ്മൾ തിരിച്ച് യമനോനു എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലം നമുക്ക് കാണാം. അതൊരു സീ സൈഡ് തന്നെയാണ്. സീയുടെ അടുത്തായിട്ടാണ് യമനോനു എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു കളയാം. യമനോനു എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈജിപ്ഷ്യൻ ബസാർ, സ്പൈസ് ബസാറിലേക്കുള്ള എൻട്രിയാണ്. ഇവിടെയും സെക്യൂരിറ്റി ഉണ്ട്. നമ്മൾ സെക്യൂരിറ്റി ചെക്കിലൂടെ ഇങ്ങനെ സ്കാനിങ് ചെയ്ത് കടന്നു വന്നു. നമ്മൾ ഇന്നലെ പോയിരുന്നത് ഗ്രാൻഡ് ബസാർ ആയിരുന്നു. ഇത് വന്നിട്ട് സ്പൈസ് ബസാർ എന്നാണ് ഈ ബസാറിൻ്റെ പേര്. ഇത് യമനോനു എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മളിപ്പോൾ ട്രാമിൽ പോവുകയാണെങ്കിൽ ഇസ്താംബുളിലെ യമനോനു എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് തന്നെയുള്ളതാണ് സ്പൈസ് ബസാർ എന്ന് പറയുന്ന ഈ സ്ഥലം. ഏകദേശം നമ്മൾ ഇന്നലെ ഗ്രാൻഡ് ബസാറിൽ കണ്ട അതേ രീതിയിൽ തന്നെ 2 സൈഡിലുമായിട്ട് ഷോപ്പുകളുണ്ട്. സ്പൈസ് ഷോപ്സ്, സിൽവർ ഷോപ്സ്, ഡയമണ്ട് ഷോപ്സ്, ടർക്കിഷ് ഡിലൈറ്റ്, അങ്ങനെ ഏകദേശം സെയിം സാധനങ്ങൾ തന്നെ. പക്ഷേ സ്പൈസ് ബസാറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ബസാർ തന്നെയാണ് ഏറ്റവും വലിയ ഷോപ്പിംഗ് സെൻറ്റർ എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ കാണുന്നത് കുനാഫി എന്ന് പറയുന്ന ഒരു സ്വീറ്റ്, ടർക്കിഷ് സ്വീറ്റ് ഉണ്ടാക്കുന്നതാണ് ലൈവായിട്ട്. അത് വന്നിട്ട് കനലുകളുടെ മുകളിൽ, കനലുകളാണ് താഴെ കാണുന്നത്, കനലുകളുടെ മുകളിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനുശേഷം അവർ മുകളിൽ
ഇവിടെ ഷുഗർ സിറപ്പ് വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഒഴിച്ച ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ബദാമാണ്, പിസ്റ്റാഷ്യൂ. സോറി, ബദാം അല്ലാണ്ട് പിസ്റ്റാഷ്യൂ പൊടിച്ച് വെച്ചേക്കണം. ആ പിസ്റ്റാഷ്യൂ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് അവരൊരു കവറിനകത്താക്കി തരികയാണ് ചെയ്യുന്നത്. നമ്മുടെ പിള്ളേർ ഇപ്പോൾ ഇതാ കുനാഫി ട്രൈ ചെയ്ത് നോക്കണ്ട, എങ്ങനെയുണ്ടെന്ന് ഇവരോട് ചോദിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട് പിള്ളേരെ? ഗുഡ് ആണോ? ഹൗ ഇസ് ഇറ്റ് ടേസ്റ്റ്? ഇറ്റ്സ് ഗുഡ്. It's full cheese in it. The cheese inside. Okay. നമ്മൾ കുനാഫി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണേ. ശരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്താ അറിയാം? നമ്മുടെ വെർമിസെലി വറുത്തിട്ട്, അതായത് ഫ്രൈ ചെയ്തിട്ട് ഇവർ അത് അതിൻ്റെ അകത്ത് ചീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഷുഗർ സിറപ്പിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. നല്ലോണം ഗീയുടെ ടേസ്റ്റും വരുന്നുണ്ട് കേട്ടോ അതിനകത്ത്. പക്ഷേ കുഴപ്പമില്ല, കഴിക്കാൻ കൊള്ളാം. ഇപ്പോൾ കാണുന്നത് എമിനോനുവിലെ ഒരു സ്പൈസ് ബസാറിൽ സാഫ എന്ന് പറയുന്ന ഒരു സ്വീറ്റ് ഷോപ്പിലെ തിരക്കാണ് ഈ കാണുന്നത്. എന്ത് തിരക്കാന്ന് നോക്കിയേ. നല്ല ടർക്കിഷ് സ്വീറ്റ്സ്, നല്ല അടിപൊളി ടർക്കിഷ് സ്വീറ്റ്സ് ആണ് ആ ഷോപ്പിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കിൻഡൽ കണക്കിന് മേടിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മൾ കാണുന്നത് സ്പൈസ് ബസാറിനകത്ത് തന്നെയുള്ള ഒരു കോഫി ഷോപ്പ്. അതായത് കോഫി ഡയറക്റ്റായിട്ട് അവരത് ഗ്രൈൻഡ് ചെയ്ത്, അവിടെ ഒരു മെഷീനുണ്ട്, അവർ ഗ്രൈൻഡ് ചെയ്ത് ഓരോരോ ഫ്രഷ് കോഫി, ടർക്കിഷ് കോഫി ഓരോരോ പാക്കറ്റിനകത്താക്കി വെച്ചിരിക്കുകയാണ് അവിടെ ആളുകൾ. അതുകൊണ്ട് തന്നെ നല്ല ക്യൂ ഉണ്ട് അത് മേടിക്കാനായിട്ട്. നേരത്തെ ഇതിലും വലിയ ക്യൂ ഉണ്ടായിരുന്നു. ആളുകൾ ക്യൂ നിന്ന് മേടിച്ചുകൊണ്ട് പോവുകയാണത്. ടർക്കി കോഫി ഓരോ പാക്കറ്റിനകത്താക്കി ഇതാ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പാക്ക് ചെയ്ത് പാക്കറ്റുകളാക്കി വെച്ചിരിക്കുകയാണ് ഓരോന്നും. കോഫി മാത്രം കൊടുക്കുന്ന കോഫി ഷോപ്പ്. ഇത് കണ്ടോ, നമ്മുടെ പലതരത്തിലുള്ള ഹൽവയായിട്ട് ഈ കാണുന്നത്. ഹൽവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റോസ് ഫ്ലവർ ഇട്ടിട്ടുണ്ട്. റോസിൻ്റെ ടേസ്റ്റുള്ള ഹൽവ. അടുത്തത് വന്നിട്ട് സാഫ്രൻ ഇട്ടേക്കുന്ന ഹൽവ. പിന്നെ ഒരു ഓറഞ്ചിൻ്റെ അതായത് ഓറഞ്ചിൻ്റെ ഫ്ലേവറുള്ള ഹൽവ. അതിനകത്ത് പല നട്ട്സും ഉണ്ട്, പല നട്ട്സും ഇട്ടിട്ടുണ്ട്. അതിനകത്തിന് ടേസ്റ്റ് നോക്കണം നമ്മൾ. ഇതിനകത്ത് ടേസ്റ്റ് വന്നിട്ട് നമ്മുടെ റോസസ് ഇട്ടേക്കുന്ന ഹൽവയ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ.